Good afternoon, all. Good afternoon, Miss. Okay, then we classes start ചെയ്യാം. അപ്പോൾ then last classില് നമ്മൾ സാറ്റർഡേയിലെ ക്ലാസ്സില് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സില് പ്ലാനിങ് പഠിച്ചു. then പ്ലാനിങ്, second one കോച്ചിങ്, then next റിവ്യൂവിനുള്ള ഫസ്റ്റ് പോയിന്റ് വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. then ഒരു കാര്യം ഇവിടെ പ്രത്യേകം പറയാം, കഴിഞ്ഞ ക്ലാസ്സില് സ്ട്രെങ്ത് വളരെ കുറവായിരുന്നു. സോ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവര് എന്ത് ചെയ്യാ, റെക്കോർഡ് ക്ലാസ് എന്തായാലും കണ്ടിരിക്കണം കേട്ടോ. then അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പോ ക്ലാസ് മിസ് ചെയ്തിട്ടുള്ളവര് എന്ത് ചെയ്യുക, റെക്കോർഡ് ക്ലാസ് ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. ഇനി ആരെങ്കിലും കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ല എങ്കിൽ ആ റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണണം. ഓക്കെ, എങ്കിൽ നമുക്ക് ആ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടുള്ളൂ. then അപ്പോ പ്ലാനിങ്ങിന്റെ സ്റ്റെപ്പില് മൂന്നാമത്തേതായിട്ടുള്ള റിവ്യൂവിംഗ് ആണ് നമ്മൾ പറഞ്ഞത്. റിവ്യൂവിംഗിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. then ഒരു പ്രാവശ്യം കൂടി നമുക്ക് റിവ്യൂവിംഗ് തന്നെ പറയാം. സോ റിവ്യൂവിംഗില് ഫസ്റ്റ് പോയിന്റ് ആണ് റിവ്യൂവിംഗ് ദ എംപ്ലോയി പെർഫോമൻസ്. At the end of the yearly performance management cycle, there should be an employee. ഞാൻ ഒന്ന് ചുരുക്കി പറയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ റിവ്യൂവിംഗ് ദ എംപ്ലോയി പെർഫോമൻസിൽ നമ്മൾ എംപ്ലോയീസിന്റെ പെർഫോമൻസിന് നമ്മൾ വിലയിരുത്തുകയാണ്. സോ എംപ്ലോയ്മെന്റിന്റെ നമ്മൾ വർഷത്തിൽ ഒരിക്കൽ വിലയിരുത്തിക്കൊണ്ട് എങ്ങനെയാണ് അവര് ഒബ്ജക്റ്റീവ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയോ, അല്ലെങ്കിൽ എന്താണ് അവരുടെ പഴയ പ്രീവിയസ് ഇയറിലെ പെർഫോമൻസ് ഒക്കെ കൂടി കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു വർഷത്തെ ഒരു നല്ല രീതിയിലാണോ അവരുടെ പെർഫോമൻസ് കാഴ്ചവെച്ചത് എന്ന് നോക്കുന്ന ആ ഒരു പ്രോസസ് ആണ് ഈ ഫസ്റ്റ് റിവ്യൂവിംഗ് എംപ്ലോയി പെർഫോമൻസിൽ നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. then ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം, റിവ്യൂവിംഗ് ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്. ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ് ടു സീ how well the performance management process worked, it is important for both management and employees to look over the previous year. അപ്പോ ഇനി രണ്ടാമത്തെ പ്രോസസ്സിൽ റിവ്യൂവിംഗ് പെർഫോമൻസ് മാനേജ്മെന്റ് ആണ്. നമ്മൾ പെർഫോമൻസ് തന്നെ വിലയിരുത്തുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് എത്രത്തോളം നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ നമ്മൾ മാനേജ്മെന്റ് എംപ്ലോയീസിന്റെയും അതുപോലെ തന്നെ എന്താണ് എംപ്ലോയീസിന്റെ പ്രീവിയസ് ഇയറിലുള്ളത് ചെക്ക് ചെയ്യലാണ്. അതായത് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും വെച്ചിട്ട് അവരുടെ പെർഫോമൻസിലുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ വർഷത്തേലും കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ടോ, മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നോക്കുന്നു. ഇനി ക്വസ്റ്റ്യൻസ് ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ്. അപ്പൊ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് അവിടെ ചർച്ച ചെയ്യുന്നത്, അതായത് പ്രീവിയസ് ഇയറിലെ പെർഫോമൻസ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് എംപ്ലോയീസിനോട്. നോക്കാം എന്തൊക്കെയാണ് ചോദിക്കുന്നത് നോക്കാം കേട്ടോ. വാട്ട് ട്രെയിനിങ് വുഡ് ഹെൽപ് ദ എംപ്ലോയി പെർഫോമൻസ് ബെറ്റർ. ഏത് ട്രെയിനിങ് ആണ് നിങ്ങൾക്ക്, അതായത് ഇപ്പൊ ഒരു വർഷത്തിൽ ഒരുപാട് ട്രെയിനിങ്സ് ഒക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ടാകും. സോ ഏത് ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് ബെറ്റർ ആക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് ഏതാണ്? then how did management feedback help? if not, why? അല്ലെ, അതായത് ഫീഡ്ബാക്ക്, ഇപ്പൊ മാനേജ്മെന്റിന്റെ ഒക്കെ ഫീഡ്ബാക്ക് നിങ്ങളെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, then ഇല്ലയോ, ഇഫ് നോട്ട് ഇല്ലെങ്കിൽ എന്തുകൊണ്ട്, അല്ലെ, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുണ്ടോ, ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ. then were personal and organizational objectives met? if not, why? അല്ലെ, അതുപോലെ എന്താണ് പേഴ്സണൽ ആയിട്ടുള്ളതും വ്യക്തിപരമായിട്ടുള്ളതും ഓർഗനൈസേഷണൽ പരമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള ലക്ഷ്യങ്ങളെ നമുക്ക് കൈവരിക്കാനായിട്ട് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ അല്ലെങ്കിൽ ഇല്ലയോ, എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ അത് എങ്ങനെ കഴിഞ്ഞു? how could the process be made better? നമുക്ക് ആ ഒരു നമ്മളുടെ പെർഫോമൻസ് എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു? what challenges did the employee face? എംപ്ലോയീസ് ചലഞ്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ നേരിട്ടിട്ടുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? നിങ്ങൾ ഒരു വർഷം വർക്ക് ചെയ്തപ്പോൾ നിങ്ങളുടെ ആ ഒരു വർക്ക് എൻവയോൺമെന്റിൽ വന്നിട്ടുള്ള ചലഞ്ചസ് അല്ലെ, വെല്ലുവിളികൾ എന്തൊക്കെയാണ്? then was the time spent on this process effective? നിങ്ങൾ ഈ ഒരു ടൈം ഫലപ്രദമായിരുന്നോ? ഈ ഒരു വർഷം നിങ്ങൾ എംപ്ലോയി നല്ല രീതിയിൽ വർക്ക് ചെയ്തു,
സോ ആ ഒരു ടൈം നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആയിരുന്നോ, ഫലപ്രദമായിട്ടുള്ള ടൈം ആയിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു കാലയളവിൽ സാധിച്ചിട്ടുണ്ടോ? അപ്പൊ എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളവിടെ ചർച്ച ചെയ്യുന്നത്. എംപ്ലോയീസിന്റെ പ്രീവിയസ് ഇയറിലുള്ള പെർഫോമൻസിനെ വിലയിരുത്തിക്കൊണ്ട് ആ പ്രീവിയസ് ഇയറിൽ ഈ ഒരു ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ബെറ്റർ ആക്കാൻ കഴിഞ്ഞോ, നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ലക്ഷ്യങ്ങൾ നേടാനായിട്ട് സാധിച്ചോ, എന്നിങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ഒരു ഘട്ടത്തിൽ അവിടെ ചർച്ച ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ? റിവ്യൂവിംഗ് ദ പെർഫോമൻസ് പ്രീവിയസ് ഇയറുമായിട്ട് കമ്പാരിസൺ ചെയ്തുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുകയാണ്. സോ ആ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് അവിടെ ഡിസ്കസ് ചെയ്യുന്നു. അതിനുള്ള മറുപടിയാണ് നമ്മൾ എംപ്ലോയീസിൽ നിന്നും മറുപടി വാങ്ങിക്കുന്നത്. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. റിവ്യൂവിംഗ് ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സ് വായിച്ചു നോക്കാം. ഞാൻ പറഞ്ഞു 1-2 പ്രാവശ്യം നല്ല രീതിയിൽ അത് വായിച്ചാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. ദെൻ കുറച്ച് പേർക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് അധികം പേരുണ്ട് അല്ലെ, ക്ലാസ് കാണാത്തവരുണ്ടെന്ന് എനിക്കറിയാം. സോ അവരൊന്ന് റെക്കോർഡ് ക്ലാസ് കാണണം തീർച്ചയായിട്ടും. അത് കണ്ടാൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കി വായിക്കുക. ഇത് ആ ഒരു പ്രോസസ്സാണ്, നമ്മൾ പെർഫോമൻസിനെ വിലയിരുത്തുന്ന ഒരു പ്രോസസ്സാണ്. ഇത് ഈ ഒരു രീതിയിൽ തന്നെ നമ്മളത് വായിച്ച് മനസ്സിലാക്കണം. മറിച്ച് നമുക്കൊരു എക്സാമ്പിൾ വെച്ചൊന്നും പറയാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല അത്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ ആ പോയിന്റ്? then അടുത്തത് നോക്കാം. റിവ്യൂവിംഗ് ഓവറോൾ ഗോൾ കംപ്ലീഷൻ. മൊത്തത്തിലുള്ള ലക്ഷ്യങ്ങൾ എത്രത്തോളം ലക്ഷ്യത്തിന് നമ്മൾ വിലയിരുത്തുന്നതാണ് ടോട്ടൽ ആയിട്ട് നോക്കാം. ഓഫ് കോഴ്സ് വൺ ഓഫ് ദി കീ ക്വസ്റ്റ്യൻസ് ടു ആൻസർ ഈസ് ഡിഡ് ദ എംപ്ലോയി റീച്ച് ദയർ ഗോൾസ് അല്ലെ. അപ്പൊ നമ്മൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, ഡിഡ് ദ എംപ്ലോയി റീച്ച് ദയർ ഗോൾസ്, എംപ്ലോയീസിന് ലക്ഷ്യത്തിലോട്ട് എത്താനായിട്ട് കഴിഞ്ഞോ, സാധിച്ചോ? How efficiently did the employee succeeded at the task given to them throughout the year? ആ ഒരു വർഷത്തില് അല്ലെ, ആ ഒരു ഇയർ നമ്മൾ ഇയർ ബേസ് ആണ് ഈ പെർഫോമൻസ് നോക്കുന്നത്. സോ ആ ഒരു ഇയറില് എംപ്ലോയീസിനെ അവന്റെ ലക്ഷ്യത്തിലോട്ട് ഓർഗനൈസേഷണൽ ഗോൾസിലോട്ട് എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടുണ്ടോ, ഇഫക്റ്റീവ്ലി ആയിട്ട് കാര്യക്ഷമമായിട്ട് സക്സീഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ ആ ഒരു ഇയറിൽ? It is crucial to look both at the smaller and bigger objectives. അത് ചെറിയ ഒബ്ജക്റ്റീവ് ആയിക്കൊള്ളട്ടെ വലിയൊരു ഒബ്ജക്റ്റീവ് ആയിക്കോട്ടെ, അത് സക്സസ് ചെയ്യാനായിട്ട് ആ ഒരു വർഷം എംപ്ലോയീസിന് കഴിഞ്ഞിട്ടുണ്ടോ, അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് ദിസ് ക്യാൻ ഗിവ് എ ക്ലൂ ടു പ്രോബ്ലം ഏരിയാസ് വേർ ട്രെയിനിങ് ഓർ ഇന്റർവെൻഷൻസ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ്. സോ ഈ ഒരു ലക്ഷ്യം, അതായത് സ്മോൾ ഒബ്ജക്റ്റീവ് ആയിക്കൊള്ളട്ടെ ബിഗ്ഗർ ഒബ്ജക്റ്റീവ് ആയിക്കൊള്ളട്ടെ, ആ ഒരു ലക്ഷ്യം നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ, അതാണ് നമ്മളുടെ ചോദ്യം. അതായത് ആ ഒരു വർഷം അവൻ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തോ, അല്ലെങ്കിൽ കമ്പനിയുടെ ലക്ഷ്യത്തിലോട്ട് എത്താനായിട്ട് സാധിച്ചോ? ഇനി അതുപോലെ തന്നെ ആൻഡ് ദിസ് ക്യാൻ ഗിവ് എ ക്ലൂ പ്രോബ്ലം ഏരിയ, അതായത് ഇതിൽ നിന്നും എവിടെയാണോ അവന്റെ പ്രശ്നം, അല്ലെങ്കിൽ ആ ഒരു ഫീഡ്ബാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എവിടെയാണോ പ്രോബ്ലം ഉള്ളത്, ആ ഒരു ഏരിയയിൽ ആ പ്രോബ്ലംസ് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ഏരിയയിൽ നമുക്ക് ആ എംപ്ലോയിക്ക് ട്രെയിനിങ് കൊടുക്കാം, ഓർ ഇന്റർവെൻഷൻസ് അവനുമായിട്ട് ഇടപെടലുകൾ നടത്താം. എവിടെയാണ് പോരായ്മ വന്നിരിക്കുന്നത്, സോ ആ എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ എവിടെയാണോ, ചിലപ്പോ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം പല രീതികളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഏതെങ്കിലും മേഖലയിലാണ് അവന് ആ ഒരു പോരായ്മ വന്നതെങ്കിൽ അവിടെ കുറച്ച് ട്രെയിനിങ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പെർഫോമൻസ് ബെറ്റർ ആക്കാനായിട്ട് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യും. സോ എവിടെയാണ് ആ പ്രോബ്ലം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അല്ലെങ്കിൽ ഇന്റർവെൻഷൻസുകൾ ഇടപെടലുകൾ നമ്മൾ നടപ്പിലാക്കണം. അപ്പോഴേ അവന് ആ ഒരു പോരായ്മ തിരിച്ച് ഇംപ്രൂവ്മെന്റ്സ് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് റിവ്യൂവിംഗ് ഓവറോൾ ഗോൾ കംപ്ലീഷനിൽ പറയുന്നത്.
ക്ലിയർ ആണോ? ഓവറോൾ ഗോൾ കംപ്ലീഷൻ നിങ്ങോട്ട് പറയാം. അതായത് എംപ്ലോയീസിന്റെ ടോട്ടൽ ആയിട്ടുള്ള ലക്ഷ്യങ്ങള് നമ്മൾ വിലയിരുത്തുകയാണ്. സോ നമ്മൾ ഒരു ചോദ്യം ഈ ഒരു സ്റ്റേജിൽ ചോദിക്കുന്നത് എംപ്ലോയിക്ക് ആ ഒരു വർഷത്തില് കമ്പനിയുടെ ഒബ്ജക്റ്റീവ് നേടാൻ സാധിച്ചോ, ലക്ഷ്യത്തിലോട്ട് എത്താനായിട്ട് കഴിഞ്ഞോ? അത് എന്താണ്? സ്മോളർ ആയിട്ടുള്ള ലക്ഷ്യങ്ങളാകാം, ചെറിയ ലക്ഷ്യങ്ങളാകാം, വലിയ ലക്ഷ്യങ്ങളാകാം. ഇതിലോട്ട് അച്ചീവ് ചെയ്യാനായിട്ട് എംപ്ലോയിക്ക് കഴിഞ്ഞോ? ഇനി കഴിഞ്ഞില്ല എങ്കിൽ എവിടെയാണ് അവന് പ്രശ്നം വന്നത്, അല്ലെങ്കിൽ ഏത് സെക്ഷനിലാണ് അവന് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്? ആ ഒരു പ്രോബ്ലം ഏരിയ മനസ്സിലാക്കി അവിടെ എന്ത് കൊടുക്കുക? ട്രെയിനിങ്സുകൾ കൊടുക്കുക, അതുപോലെ ഇന്റർവെൻഷൻസുകളും കൊടുത്ത് അവനെ ആ ഒരു ഇംപ്രൂവ് ചെയ്യിക്കുക. ക്ലിയർ? ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കി. മൂന്നാമത്തെ പോയിന്റ് വായിക്കാം കേട്ടോ. റിവ്യൂവിംഗ് ഓവറോൾ ഗോൾ കംപ്ലീഷൻ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? ക്ലിയർ ആണോ ഗോൾസിന്റെ കാര്യം? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഗിവിംഗ് ആക്ഷനബിൾ ഫീഡ്ബാക്ക്. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫീഡ്ബാക്ക് കൊടുക്കുകയാണ്. ഒരു ആക്ഷനബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു. എ കീ പാർട്ട് ഓഫ് ദ റിവ്യൂ ടു ഗിവ് ആൻഡ് റിസീവ് ഫീഡ്ബാക്ക്. അപ്പം നമ്മൾ ഫീഡ്ബാക്ക് സ്വീകരിക്കുന്നുണ്ട്, ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്, അല്ലെ? അതായത് രണ്ടുപേരുടെയും ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുകയാണ്. അതായത് മാനേജ്മെന്റിന്റെ ഫീഡ്ബാക്കും അതുപോലെ തന്നെ എന്താണ് എംപ്ലോയീസിന്റെ ഫീഡ്ബാക്ക്. മാനേജ്മെന്റിന്റെ ഫീഡ്ബാക്ക് മാനേജ്മെന്റ് കൊടുക്കുന്നു. അതാണ് ഗിവ് ആൻഡ് റിസീവ്. റിസീവ് ചെയ്യുന്നത് ആരുടെ ഫീഡ്ബാക്ക് ആണ്? എംപ്ലോയീസിന്റെ ഫീഡ്ബാക്ക് റിസീവ് ചെയ്യുന്നു. രണ്ടുപേരുടെയും ഫീഡ്ബാക്കിന് എടുക്കുന്നു. നോക്കാം. മാനേജ്മെന്റ് ഷുഡ് പ്രൊവൈഡ് ആക്ഷനബിൾ ഫീഡ്ബാക്ക് ഫോർ ദ എംപ്ലോയീസ് so that they can identify areas for improvement in their future performance. മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? എംപ്ലോയീസിന്റെ പോരായ്മകൾ മനസ്സിലാക്കുന്നു. ക്യാൻ ഐഡന്റിഫൈ ഏരിയ. എംപ്ലോയീസിന് എവിടെയാണോ ഫീഡ്ബാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? സോ എംപ്ലോയീസിന്റെ പോരായ്മ മനസ്സിലാക്കി അത് ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചർ പെർഫോമൻസിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു മാനേജ്മെന്റ്. എംപ്ലോയീസിന്റെ ഫീഡ്ബാക്ക് നോക്കിക്കൊണ്ട് പോരായ്മ എവിടെയാണോ അത് ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് നോക്കുന്നു. ദെൻ എംപ്ലോയി, രണ്ടുപേരുടെ ഫീഡ്ബാക്ക് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ ഒന്നാമത്തെയാണ് പറഞ്ഞത്, മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? എംപ്ലോയീസിന്റെ ഫീഡ്ബാക്ക് നോക്കി എവിടെയാണോ പോരായ്മ വന്നിരിക്കുന്നത് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഫ്യൂച്ചർ പെർഫോമൻസിൽ ഇംപ്രൂവ്മെന്റ്സ് വരുത്താനായിട്ടുള്ള മാർഗങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ, employees should also have an opportunity to give feedback on the process and how management can do better on their end. അതായത് എംപ്ലോയീസ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പോരായ്മ, അതായത് മാനേജ്മെന്റിന്റെ പോരായ്മയെ കുറിച്ച് എംപ്ലോയീസും പറഞ്ഞു കൊടുക്കുന്നു. അതായത് എവിടെയാണ് മാനേജ്മെന്റിൽ കുറച്ച് പുതിയ മാറ്റങ്ങളൊക്കെ വരുത്താം, അല്ലെ? നമ്മൾ പറയാറുണ്ട് മീറ്റിംഗ്സ് ഒക്കെ കൂടുമ്പോൾ എംപ്ലോയീസിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലെ? നമ്മുടെ ഐഡിയകള്, നമ്മുടെ ആശയങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും മീറ്റിംഗ് ഒക്കെ കൂടുമ്പോൾ, അല്ലെ? നമ്മുടെ കമ്പനിയിൽ നമ്മൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി, ബെറ്റർ പെർഫോമൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എംപ്ലോയീസിന് പറയാം. നമുക്ക് അവസരമുണ്ട് അവിടെ. രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള ഫീഡ്ബാക്സ് എടുക്കുന്നു. ദെൻ ആ ഫീഡ്ബാക്കിൽ നിന്ന് നമ്മൾ പോരായ്മ കണ്ടെത്തുന്നു. ഈ ഫീഡ്ബാക്ക് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ലക്ഷ്യം എന്താണ്? ഫീഡ്ബാക്ക് എടുത്തത് കൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫീഡ്ബാക്ക് എടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഫീഡ്ബാക്ക് എടുക്കുന്നത്? മെയിൻ റീസൺ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ പർപ്പസ് എന്താണ്? നമ്മൾ ഈ ഫീഡ്ബാക്ക് എടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്തെങ്കിലും ഉണ്ടോ? പർപ്പസ് ഉണ്ട്, ഉദ്ദേശം ഉണ്ടോ ഫീഡ്ബാക്ക്? നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലായിരിക്കും, ചെറിയ ക്ലാസ്സിലെല്ലാം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓരോ ടീച്ചേഴ്സ് വരുമ്പോൾ ടീച്ചേഴ്സ് ഫീഡ്ബാക്ക് ഒക്കെ എഴുതിപ്പിക്കും. എഴുതിയിട്ടുണ്ടോ? അങ്ങനെ ഓർക്കണുണ്ടോ? ചെറിയ ക്ലാസ്സിലൊക്കെ ആയിരുന്നപ്പോൾ
ഫീഡ്ബാക്ക് ചെയ്തിരിക്കും. ഒരു പേനയും പേപ്പർ കൊടുക്കും എന്ന് പറയും. ഞാൻ നിങ്ങളോട് ചിലപ്പോൾ ചിലവരുടെ പേര് എഴുതാൻ പറയും, അല്ലെങ്കിൽ പേര് എഴുതാൻ പറയും. ചിലപ്പോൾ ആ ടീച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ടീച്ചറിന്റെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എഴുതാൻ പറയും. എഴുതിയിട്ടുണ്ടോ? കുറച്ച് പേരെങ്കിലും എഴുതിയിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ നമ്മള് നല്ല കാര്യങ്ങളും എഴുതും. ചിലപ്പോ ടീച്ചറിന്റെ ക്ലാസ് മനസ്സിലാവില്ല, ക്ലിയർ അല്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നല്ല കാര്യങ്ങൾ എഴുതും. നമ്മള് എന്താണ് ബാക്കിയുള്ള നെഗറ്റീവ് ആയിട്ടുള്ളതും എഴുതാം നമുക്ക് അല്ലെ? സോ ഇങ്ങനെ ഫീഡ്ബാക്ക് എടുക്കുന്നത് കൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഫീഡ്ബാക്ക് എടുക്കുന്നത്? അവന് പോരായ്മ മനസ്സിലാക്കാനാണ്. ചിലപ്പോ എല്ലാ കുട്ടികളും എഴുതിയിരിക്കുന്നത് ഒരേ കാര്യമായിരിക്കും അല്ലെ? ഒരേ കാര്യമായിരിക്കും ഫീഡ്ബാക്കിൽ എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ ടീച്ചറിന്റെ എന്താണ് സ്പീഡ് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ക്ലാസ് അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ ആയിരിക്കും ആ ഒരു മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യും? ആ ഒരു എല്ലാവരും എഴുതിയിരിക്കുന്ന റീസൺ എന്താണോ അതിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് വരുത്താൻ നോക്കും അല്ലെ? എവിടെയാണോ നമ്മുടെ പോരായ്മ അല്ലെ, നമ്മുടെ പോരായ്മ എവിടെയാണോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുന്നത്. ഇവിടെയും ഒരു കമ്പനിയിലാണെങ്കിലും നമ്മളൊരു എംപ്ലോയീസിന്റെ ഫീഡ്ബാക്ക് എടുക്കുന്നു. എംപ്ലോയീസിന് അവിടെ അവർ വർക്ക് ചെയ്യുന്നിടത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ അല്ലെ, അല്ലെങ്കിൽ അവിടുത്തെ എൻവയോൺമെന്റ് ഓക്കെ അല്ലേ, മീൻസ് അവന് ശാരീരികമായിട്ടോ ഫിസിക്കലി ആൻഡ് മെന്റലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫീഡ്ബാക്ക് എടുക്കുന്നത്. അതാണ് ഫീഡ്ബാക്കിന്റെ ലക്ഷ്യം. നമ്മുടെ എന്താ പോരായ്മകളെ മനസ്സിലാക്കി അതിനെ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും മാനേജേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഫീഡ്ബാക്ക് എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ ആക്ഷനബിൾ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത്? വായിച്ചു നോക്കാം. പോയിന്റ് ഗിവിംഗ് ആക്ഷനബിൾ ഫീഡ്ബാക്ക്. കംപ്ലീറ്റ് ചെയ്തോ ഫീഡ്ബാക്ക്? ഓക്കെ, അപ്പൊ നമ്മൾ വായിച്ചത് റിവ്യൂവിംഗ് എന്നുള്ള പോയിന്റില് 4 പോയിന്റ്സ് ആണ്. റിവ്യൂവിംഗിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. റിവ്യൂവിംഗ് എംപ്ലോയി പെർഫോമൻസ്, ദെൻ റിവ്യൂവിംഗ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്, ദെൻ റിവ്യൂവിംഗ് ഓവറോൾ ഗോൾ കംപ്ലീഷൻ, ദെൻ ഗിവിംഗ് ആക്ഷനബിൾ ഫീഡ്ബാക്ക്. ഈ 4 കാര്യങ്ങളും റിവ്യൂവിംഗിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത 4ാമത്തെ പോയിന്റ് ആണ് ആക്ഷൻ. ആക്ഷനോട് കൂടിയിട്ട് അത് കഴിഞ്ഞു. നോക്കാം, ലാസ്റ്റ് പോയിന്റ് ആണ് ആക്ഷൻ. ആക്ഷനിലും 2 പോയിന്റ്സുകളാണ് സബ് പോയിന്റുകളായിട്ട് പറയുന്നത്. ആക്ഷൻ നോക്കാം. ആക്ഷനില് ഫസ്റ്റ് വൺ പറയുന്നത് റിവാർഡ് ആൻഡ് റെക്കഗ്നീഷൻ. റിവാർഡ് എന്ന് വെച്ചാൽ അറിയാലോ, എന്താണ് നമ്മൾ പ്രതിഫലം കൊടുക്കുക, ചെയ്യുന്ന ജോലിക്കുള്ള ഒരു പ്രതിഫലം കൊടുക്കുക. റെക്കഗ്നീഷൻ എന്ന് വെച്ചാലോ അംഗീകാരം, നമ്മൾ കൊടുക്കുന്ന ഒരു ജോലിക്കുള്ള ഒരു അംഗീകാരം കൊടുക്കുന്നത്. അറിയില്ലാത്തവരൊന്ന് എഴുതി വെക്കണം കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും സെന്റൻസുകളോ അല്ലെങ്കിൽ വേർഡ്സുകളോ പുതിയതായിട്ട് നിങ്ങൾ കേൾക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മലയാളത്തിലോ ഇങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. ഞാൻ പറയാറുണ്ട്, എപ്പോഴെപ്പോഴും പറയാനില്ല എന്ന് കരുതിയിട്ടാണ് കേട്ടോ. കാരണം ആദ്യമായിട്ട് കേൾക്കുന്ന ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും. സോ അത് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ എഴുതിക്കോളും. ഓക്കെ, റിവാർഡ് ആൻഡ് റെക്കഗ്നീഷൻ. The final step of the performance management process is reward and recognition. കണ്ടോ? അപ്പോ നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് റിവാർഡ് കൊടുക്കുക, റെക്കഗ്നേഷൻ. റിവാർഡ് അംഗീകാരം കൊടുക്കുന്നതും അതുപോലെ പ്രതിഫലം കൊടുക്കുന്നതും. ഫസ്റ്റ് സ്റ്റെപ്പുകളിലൊക്കെ നമ്മൾ എന്താണ് പറഞ്ഞത്? ലക്ഷ്യങ്ങൾ കൈവരിച്ചിട്ടുണ്ടോ നോക്കുന്നു, ഫീഡ്ബാക്ക് എടുക്കുന്നു, പെർഫോമൻസിനെ വിലയിരുത്തുന്നു അല്ലെ? അപ്പൊ ഏറ്റവും ലാസ്റ്റ് വന്നപ്പോ നമ്മള് റിവാർഡും അതിനുള്ള പ്രവർത്തനങ്ങൾക്കുള്ള റിവാർഡ്സും റെക്കഗ്നേഷനും കൊടുക്കുന്നു. This step is absolutely key. Employees will stay unmotivated if they are not given a reason to be. This step is absolutely key. Employees അതായത് എംപ്ലോയീസിന് നമ്മൾ ഇങ്ങനെ ഒരു കാരണം നൽകിയില്ലെങ്കിൽ, അതായത് ഇതുപോലെ ഒരു റിവാർഡോ അല്ലെങ്കിൽ ഒരു റെക്കഗ്നേഷൻ ഒന്നും കൊടുത്തില്ല എങ്കിൽ എംപ്ലോയീസ് എന്തായി മാറും? അവരൊരു അൺമോട്ടിവേറ്റഡ് ആവും. അതായത് അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകില്ല അല്ലെ? ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ സ്കൂളില് നമുക്ക് കോമ്പറ്റീഷൻ ഒക്കെ വെക്കും അല്ലെ, അല്ലെങ്കിൽ ക്ലാസ് ഫസ്റ്റിന് മറ്റും പ്രൈസ് ഒക്കെ കൊടുക്കും.
പ്രൈസ് ഒക്കെ കൊടുക്കുമ്പോഴല്ലേ നമുക്ക് മറ്റുള്ളവർക്കും അത് പഠിച്ച് മുന്നേറണം. നെക്സ്റ്റ് ടൈമിൽ എനിക്ക് പ്രൈസ് വാങ്ങിക്കണം എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ? ഇപ്പൊ ഒരു ടോപ്പർക്കുള്ള ഒരു പ്രൈസ് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾക്കും മറ്റുള്ളവർക്കും ഒരു ആഗ്രഹം വരും അല്ലെ? നെക്സ്റ്റ് ടൈമിൽ ടോപ്പർ ഞാൻ ആകും, അല്ലെങ്കിൽ എനിക്ക് ആകണം, എനിക്ക് സാധിക്കണം അല്ലെ? നമുക്കൊരു മോട്ടിവേഷൻ ആണ് അതിലൂടെ കിട്ടുന്നത്. സോ ഇവിടെയും പറയുന്നത് നമുക്ക് ഇതുപോലുള്ള ഒരു റിവാർഡ്സും റെക്കഗ്നേഷൻ ഒക്കെ എംപ്ലോയീസിന് കൊടുക്കണം. കൊടുത്തില്ല എങ്കിൽ എംപ്ലോയീസ് എന്താണ്, അൺമോട്ടിവേറ്റഡ് ആയി മാറുന്നു. അവർക്ക് പെർഫോമൻസ് ചെയ്യാനായിട്ട് വലിയ താല്പര്യമൊന്നും കാണില്ല അല്ലെ? മറിച്ച് നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന കൊളീഗ്സിന് ഇതുപോലെ റിവാർഡും അംഗീകാരങ്ങളൊക്കെ ലഭിക്കുമ്പോൾ എന്താണ്, നമുക്കും നാച്ചുറൽ ആയിട്ട് നമുക്കും എന്താണ്, നെക്സ്റ്റ് ടൈമിൽ ഈ റിവാർഡ് എനിക്ക് വാങ്ങി, അല്ലെങ്കിൽ റെക്കഗ്നേഷൻ അംഗീകാരം എനിക്ക് ലഭിക്കണം, എനിക്ക് അതിനുള്ളൊരു പ്രതിഫലം കിട്ടണം, നമുക്കൊരു തോന്നൽ വരും, ഒരു മോട്ടിവേഷൻ സ്വയം എല്ലാവർക്കും ഉണ്ടാകും. സോ ഇവിടെ പറയുന്നത്, അപ്പൊ നമ്മൾ അങ്ങനെ തീർച്ചയായിട്ടും റിവാർഡ് ആണ് റെക്കഗ്നേഷൻ കൊടുത്തിരിക്കണം. അല്ല എങ്കിൽ എംപ്ലോയീസ് എന്താകും, അൺമോട്ടിവേറ്റഡ് ആയി മാറും. Although this does not necessarily have to be monetary, although it likely will include monetary compensation. This does not necessarily have to be monetary. ഇത് നമ്മൾ കൊടുക്കുന്ന റിവാർഡും റെക്കഗ്നേഷനും എപ്പോഴും എന്താണ്, പണമായിട്ട് നൽകണം എന്നില്ലെന്ന്, അതായത് മോണിറ്ററി ആയിട്ട് കൊടുക്കണം എന്നൊന്നുമില്ല. ഇറ്റ് ലൈക്ലി വിൽ ഇൻക്ലൂഡ് മോണിറ്ററി കോമ്പൻസേഷൻ. ചിലപ്പോ പണമായിട്ടും നമ്മൾ എന്താണ് റിവാർഡ്സും അല്ലെങ്കിൽ കോമ്പൻസേഷൻ, നഷ്ടപരിഹാര കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. എങ്കിലും എല്ലായ്പ്പോഴും പണമായിട്ടൊന്നും നമ്മൾ റിവാർഡ് കൊടുക്കണം, അംഗീകാരം കൊടുക്കണമെന്നില്ല. Other rewards that could be given are new projects. റിവാർഡ്സ് മറ്റു പല രീതിയിലും നമുക്ക് റിവാർഡ്സ് കൊടുക്കാന്ന്, പണം മാത്രമായിട്ട് കൊടുക്കാനല്ല, മറിച്ച് പല രീതികളിൽ നമുക്ക് കൊടുക്കാന്ന്. എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. Other rewards that could be given are new projects, company-wide recognition, time off or leadership opportunity. നമുക്ക് പുതിയ പ്രൊജക്ടുകൾ അവരെ ഏൽപ്പിക്കാം. അതുപോലെ തന്നെ കമ്പനി വൈഡ് റെക്കഗ്നേഷൻ, കമ്പനിയുടെ ഒരു അംഗീകാരങ്ങളൊക്കെ കൊടുക്കാം. ഇതുപോലെ നമുക്ക് പ്രൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. ദെൻ ടൈം ഓഫ്, അവർക്ക് ലീവ് ഒക്കെ അനുവദിക്കാം. ടൈം ഓഫ് എന്ന് പറഞ്ഞാൽ ലീവ്. ദെൻ ഓർ ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റി, ഒരു സെക്ഷന്റെ ലീഡർ ആയിട്ടൊക്കെ നമുക്ക് ഓരോ എംപ്ലോയീസിനെയൊക്കെ നിയമിക്കാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവർക്കും നെക്സ്റ്റ് ടൈമിൽ ലീഡർഷിപ്പ് വേണം, അല്ലെങ്കിൽ എനിക്കും ലീഡർ ആവണം എന്നുള്ള ഒരു ചിന്തയൊക്കെ വരും. അപ്പൊ എപ്പോഴും നമ്മൾ റിവാർഡ് കൊടുക്കുമ്പോൾ പണമായിട്ട് മാത്രമല്ല കൊടുക്കേണ്ടത്, ഈ ഒരു രീതികളിൽ നമുക്ക് റിവാർഡ്സ് കൊടുക്കാം. പുതിയ പ്രൊജക്ടുകൾ കൊടുക്കാം, കമ്പനിയുടെ ലീവുകളായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് ലീഡർഷിപ്പ് ആയിട്ടൊക്കെ നമുക്കൊരു ലീഡറായിട്ടൊക്കെ നിയമിക്കാം. ഓക്കെ, ഇതാണ് റിവാർഡ് ആൻഡ് റെക്കഗ്നേഷനിൽ പറയുന്നത്. ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പാണത്, സ്റ്റേജ് ആണ്. നമ്മൾ ലക്ഷ്യങ്ങളും ഇതിനെല്ലാം വിലയിരുത്തി കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് വൺ റിവാർഡും റെക്കഗ്നേഷനും കൊടുക്കുന്നു. ക്ലിയർ ആണോ പോയിന്റ്? റിവാർഡ് ആൻഡ് റെക്കഗ്നേഷൻ സിമ്പിൾ ആണ്, എളുപ്പമാണ്. അത് പെട്ടെന്ന് വായിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന പോയിന്റ് ആണ്. ഓക്കെ, ഇനി അത് വായിച്ചു നോക്കി. റിവാർഡ് ആൻഡ് റെക്കഗ്നേഷൻ കേട്ടോ, വായിക്കുക. ഓരോന്നും ഞാൻ വായിപ്പിക്കുന്നതേ, ഞാൻ പറഞ്ഞു ഒന്നോ രണ്ടോ തവണ വായിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല, മനസ്സിലാക്കി അത് വായിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് അർത്ഥം മനസ്സിലാക്കി പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഓരോ സെന്റൻസ്, കുറച്ച് കുഞ്ഞു പാരഗ്രാഫ് ആണെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ടത് വായിപ്പിക്കുന്നത്. വായിച്ചു നോക്കാം കേട്ടോ, മനസ്സിലാക്കി വായിക്കണം.
കംപ്ലീറ്റ് ചെയ്തോ? റിവാർഡ് ആൻഡ് റെക്കഗ്നിഷൻ. ഓക്കെ, ദെൻ അതിലെ രണ്ടാമത്തെ പോയിന്റ് നോക്കാം. സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ നെക്സ്റ്റ് ഇയർ പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിൾ. അല്ലേ? അതായത് നമ്മൾ അടുത്ത നെക്സ്റ്റ് ഇയറിലേക്കുള്ള അടുത്ത വർഷത്തെ ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റിന്റെ സൈക്കിൾ സെറ്റ് ചെയ്യുന്നു. The end of the performance management cycle offers management and employees a final chance to offer feedback on the process as whole and seek thought and feedback for the planning stage for upcoming year's circle. അതായത് ലാസ്റ്റ് സ്റ്റേജിൽ അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ എന്താണ് എംപ്ലോയീസിന് റിവാർഡും റെക്കഗ്നേഷനും ഒക്കെ കൊടുത്തു. ശേഷം നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്കുള്ള പെർഫോമൻസ് മാനേജ്മെന്റിന് ആ ഒരു സൈക്കിളിനുള്ളൊരു അത് സെറ്റ് ചെയ്യുകയാണ്. സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ലാസ്റ്റ് സ്റ്റേജിൽ എംപ്ലോയീസും മാനേജ്മെന്റ് പെർഫോമൻസ് മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഒക്കെ എടുക്കുന്നു. ഫീഡ്ബാക്ക് ഒക്കെ കൊടുത്ത് നെക്സ്റ്റ് പുതിയൊരു സൈക്കിൾ, അതായത് പുതിയൊരു പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിളിന് ആ ഒരു ആസൂത്രണത്തിനായിട്ടുള്ള പ്ലാനിങ് ഘട്ടത്തിനായിട്ടുള്ള നമ്മൾ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഫീഡ്ബാക്ക് ഫോർ ദ പ്ലാനിങ് സ്റ്റേജ് അപ്കമിങ് ഇയർ സൈക്കിൾ, പുതിയ അടുത്തൊരു സൈക്കിളിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകൾ നമ്മൾ ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ തയ്യാറാക്കുന്നു. റിവാർഡും റെക്കഗ്നേഷനും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് വൺ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ഇയറിലേക്കുള്ളത് ഓൾറെഡി മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. പുതിയ അടുത്ത ഇയറിലേക്കുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് ലാസ്റ്റ് സ്റ്റേജിൽ പറയുന്നത്. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിയത് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ആണ്. ഇപ്പൊ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിൽ വരുന്നതാണ് പ്ലാനിങ്, അതുപോലെ തന്നെ കോച്ചിങ്, ദെൻ റിവ്യൂവിങ് ആൻഡ് ആക്ഷൻ. 4 കാര്യങ്ങളാണ് പ്ലാനിങ്, കോച്ചിങ്, റിവ്യൂവിങ് ആൻഡ് ആക്ഷൻ. ഇനി അതിനുള്ളിൽ കുറച്ച് സബ് പോയിന്റ്സുകൾ നമ്മൾ പഠിച്ചു. ദെൻ ഇപ്പൊ ആ ഒരു സെക്ഷനോടെ പെർഫോമൻസ് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് പെർഫോമൻസ് മാനേജ്മെന്റും പെർഫോമൻസ് അപ്രൈസലും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സെക്ഷൻ. ഇത് പഠിക്കാൻ എളുപ്പമാണ്, നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കാനാണ്. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്കിത് എടുക്കുമ്പോൾ തന്നെ മാക്സിമം പഠിച്ചും കൂടി പോവാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സെക്ഷനെ. അതായത് പെർഫോമൻസ് മാനേജ്മെന്റ് നമ്മൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു, അതുപോലെ പെർഫോമൻസ് അപ്രൈസൽ. ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇനി പറയുന്നത്. അതിനെ നമ്മൾ ഓരോ ബേസിസ് വെച്ചിട്ട് നമ്മൾ രണ്ടിനെയും കമ്പാരിസൺ ചെയ്തിട്ടാണ് പറയുന്നത്. നോക്കാം. ബേസിസ് ഫോർ കമ്പാരിസൺ ഉണ്ട് രണ്ടിന്റെയും, പെർഫോമൻസ് അപ്രൈസലും പെർഫോമൻസ് മാനേജ്മെന്റ്. നോക്കാം. ഫസ്റ്റ് വൺ മീനിങ് ആണ്. രണ്ടിന്റെയും മീനിങ് എന്താണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ നോക്കാം. പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസൽ മീൻസ് the analysis of an employee performance and their caliber for future growth and development. ഇത് നിങ്ങൾ പ്രത്യേകിച്ച് അണ്ടർലൈൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അത് പഠിച്ചിരിക്കണം. ഓക്കെ, അതുകൊണ്ട് ഞാൻ അണ്ടർലൈൻ ചെയ്യാനായിട്ട് പറയണില്ല. കമ്പാരിസൺ ചെയ്തിട്ട് ഓരോ പോയിന്റുകളും കമ്പാരിസൺ ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക, എളുപ്പമാണ്. നിങ്ങൾ ബൈ ഹാർട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കി. ഞാൻ പറയുമല്ലോ, നമ്മൾ മലയാളത്തിൽ നിങ്ങളുടേതായ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളൊന്ന് കമ്പാരിസൺ ചെയ്ത് പഠിച്ചാൽ മതി. നമ്മളത് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. മലയാളത്തിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക അതിനെ. ഓക്കെ, നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ കാണുമ്പോൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പൊ പെർഫോമൻസ് അപ്രൈസലിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. പെർഫോമൻസ് അപ്രൈസൽ means analysis of an employee performance and
their caliber for future growth and development. അല്ലെ, ഒരു എംപ്ലോയീസിന്റെ നമ്മുടെ പെർഫോമൻസിന്റെയും ആ ഒരു പ്രകടനത്തിന്റെയും അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയീസിന്റെ വളർച്ചയുടെയും ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, വളർച്ചയുടെയും വികസനത്തിന്റെയും ആ ഒരു വിശകലനത്തെയാണ് എന്ത് വിളിക്കുക? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. എംപ്ലോയീസിന്റെ പ്രവർത്തനത്തിന്റെയും വളർച്ചയുടെയും വികസനത്തിന്റെയും ആ ഒരു അനലൈസ്, വിശകലനത്തെയാണ് എന്ത് വിളിക്കുക? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഇനി പെർഫോമൻസ് മാനേജ്മെന്റ് എന്താണ്? Performance management is the management of human resources in an organization. അല്ലെ, ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു ഹ്യൂമൻ റിസോഴ്സിന്റെ മാനേജ്മെന്റ് ആണ് പെർഫോമൻസ് മാനേജ്മെന്റ്. എംപ്ലോയീസിന്റെ പ്രകടനമാണ് അല്ലെ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിലെ ആ ഹ്യൂമൻ റിസോഴ്സ്, ദാറ്റ് ഈസ് എംപ്ലോയീസിന്റെ ഒരു പ്രകടനത്തെ ആണെങ്കിൽ പെർഫോമൻസ് ആണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മീനിങ് പഠിച്ചോ? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയീസിന്റെ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ എന്താണ്? പെർഫോമൻസിന്റെയും വളർച്ചയുടെയും വികസനത്തിന്റെയും ഒരു വിശകലനമാണ്. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ പ്രകടനം. ഓക്കെ, ഏകദേശം സിമിലർ ഒക്കെയാണ്, എങ്കിലും വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. മീനിങ് പഠിച്ചില്ലേ എല്ലാവരും? ഇനി രണ്ടാമത്തത് വാട്ട് ഈസ് ഇറ്റ്, അതായത് എന്താണ് ശരിക്കും? അതിന് ഷോർട്ട് ആക്കിയിട്ട് പറയുകയാണ്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം. അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ആണ്. ദെൻ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോസസ് ആണ്, ഒരു പ്രക്രിയയാണ് അല്ലെ. ആ ഒരു പ്രക്രിയയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചോ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പ്ലാനിങ് ഉണ്ട്, കോച്ചിങ് ഉണ്ട്, റിവ്യൂവിംഗ് ഉണ്ട്, ആക്ഷൻ ഉണ്ട് അല്ലെ. എന്നിങ്ങനെയുള്ള കുറെ പ്രക്രിയകൾ ചേർന്നിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ആണ്. പക്ഷെ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ആണെന്ന്. നമ്മളൊരു വിലയിരുത്താണല്ലോ, നമ്മൾ അതിലധികം സ്റ്റെപ്പുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, ഒരു സിസ്റ്റം ആണ്. ഓക്കെ, അപ്രൈസൽ എന്ന് പറഞ്ഞാൽ സിസ്റ്റം ആണ്, പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ആണ്. പഠിച്ചോ? ദെൻ മൂന്നാമത്തത് നേച്ചർ. അതിന്റെ നേച്ചർ എങ്ങനെയാണെന്ന്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ റിജിഡ് ആണ്. ഓക്കെ, റിജിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് കർക്കശമായിട്ടുള്ളത്, കുറച്ച് എന്താ പറയാ, ഇത്തിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ളതാണ്. പക്ഷെ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സപ്പിൾ ആണ്. സപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ര റിജിഡ് അല്ല, കർക്കശമുള്ള, കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മൃദുവായിട്ടുള്ള ഒരു സമീപനമാണ്. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അപ്രൈസൽ റിജിഡ് ആണെങ്കിൽ പെർഫോമൻസ് എന്താണ്? സപ്പിൾ ആയിരിക്കും. സപ്പിൾ എന്ന് പറഞ്ഞാൽ റിജിഡ് കർക്കശമൊന്നും ഇല്ല, കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള രീതിയാണ്. ദെൻ ടൈപ്പ് ഓഫ് ടൂള്. എങ്ങനെയാണ് അവിടുത്തെ നമ്മൾ ടൈപ്പ് ഓഫ് ടൂള്? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷണൽ ടൂൾ ആണ്, പ്രവർത്തനാധിഷ്ഠിതമായിട്ടുള്ള ഒരു ടൂൾ ആണ്. ബട്ട് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ടൂൾ ആണ് അല്ലെ. നമ്മൾ പഠിച്ചു തന്ത്രപരമായ സമീപനമാണ് അല്ലെ, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ടൂൾ ആണ്. Then honored by, പെർഫോമൻസ് അപ്രൈസൽ honored by ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. HR ഡിപ്പാർട്ട്മെന്റ് ആണ്. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആരാണ്? മാനേജേഴ്സ് ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു മാനേജേഴ്സ് ആണ് കോച്ചിങ്ങും പ്ലാനിങ്ങും അതുപോലെ തന്നെ റിവാർഡും റെക്കഗ്നീഷനും എല്ലാം കൊടുക്കുന്നത് ആരാണ്? മാനേജേഴ്സ് ആണ്. ഇവിടെ ഇമ്പോർട്ടന്റ് റോൾ ആർക്കാണ്? മാനേജറിനാണ്. എംപ്ലോയീസിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നത് മാനേജേഴ്സ് ആണ്. സോ പെർഫോമൻസ് അപ്രൈസലില് ഹ്യൂമൻ റിസോഴ്സ് ആണ് ഓണർ എങ്കിൽ പെർഫോമൻസ് മാനേജ്മെന്റില് മാനേജേഴ്സ് ആണ് ഓണർ ആയിട്ട് വരുന്നത്. ദെൻ കണ്ടക്റ്റഡ്, നമ്മൾ ഇത് എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുന്നത്? പെർഫോമൻസ് അപ്രൈസൽ ആണെങ്കിൽ ആനുവലി ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷെ പെർഫോമൻസ് മാനേജ്മെന്റ് കണ്ടിന്യൂസ്ലി ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ ഓരോ ഇയർലി നമ്മൾ പ്രീവിയസ് ഇയർ ഒക്കെ വെച്ച് നോക്കുന്നു. സോ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അപ്രോച്ചസ്, സമീപനം എങ്ങനെയാണെന്ന്. പെർഫോമൻസ് അപ്രൈസൽ ആണെങ്കിൽ സമീപനം എങ്ങനെയാണ്? ഇൻഡിവിജ്വലിസ്റ്റിക് ആണെന്ന് അല്ലെ. ഇൻഡിവിജ്വലിസ്റ്റിക് ആയിരിക്കും. പക്ഷെ പെർഫോമൻസ് മാനേജ്മെന്റ് ഹോളിസ്റ്റിക് ആണ്. ഹോളിസ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ ആയിട്ടുള്ളത്. അവിടെ ഇൻവോൾവ്സും എല്ലാവരുടെയും ഈക്വൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഹോൾ ആയിട്ടുള്ളത്. ദെൻ ഫോക്കസ് ചെയ്യുന്നത്, പെർഫോമൻസ് അപ്രൈസൽ ഫോക്കസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആണ്. ദെൻ പെർഫോമൻസ് മാനേജ്മെന്റ് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ്, നേരെ ഓപ്പോസിറ്റ് കേട്ടോ. ദെൻ കറക്ഷൻസ് എങ്ങനെയാണെന്ന്. പെർഫോമൻസ് അപ്രൈസ് എന്ന് പറഞ്ഞാൽ റിട്രോസ്പെക്റ്റീവ്. റിട്രോസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്?
ഇന്നത്തെ കാര്യങ്ങൾ പാസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഡീലിംഗ് വിത്ത് പാസ്റ്റ് ഇവന്റ് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ വെച്ചിട്ടാണ് പെർഫോമൻസ് അപ്രൈസൽ കൊടുക്കുന്നത്. പക്ഷെ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രോസ്പെക്റ്റീവ് വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന് കഴിഞ്ഞു പോയ കാര്യങ്ങൾ. അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് നമ്മളവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ദെൻ പെർഫോമൻസ് മാനേജ്മെന്റിൽ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ളത്, അതായത് വരാനിരിക്കുന്ന ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾക്കാണ്. നമ്മളിപ്പോ ലാസ്റ്റ് സ്റ്റെപ്പിൽ പഠിച്ചില്ലേ, ഫ്യൂച്ചർ സൈക്കിളിനായിട്ടുള്ള പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. സോ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഇതൊരു കമ്പാരിസൺ വെച്ച് പഠിക്കേണ്ട ഒന്നാണ് കേട്ടോ. ഒരു പ്രാവശ്യം കൂടി നമുക്ക് വായിക്കാൻ ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ പെർഫോമൻസ് അപ്രൈസലും പെർഫോമൻസ് മാനേജ്മെന്റുമാണ്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു എംപ്ലോയീസിന്റെ ആ ഒരു പെർഫോമൻസിന്റെയും വളർച്ചയുടെയും വികസനത്തിന്റെയും ഒരു അനലൈസ് ആണ് എന്ത് അപ്രൈസൽ എന്ന് പറയുന്നത്. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ ആ ഒരു HRM-ന്റെ അതായത് ഹ്യൂമൻ റിസോഴ്സിന്റെ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് ആണ്. അവന്റെ പെർഫോമൻസ് ആണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ആണ്. ദെൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ്. ഇനി പെർഫോമൻസ് അപ്രൈസ് എന്ന് പറഞ്ഞാൽ റിജിഡ് ആണ്, ഭയങ്കര കർക്കശമായിട്ടുള്ളതാണ്. പക്ഷെ മാനേജ്മെന്റ് എന്താണ്? സപ്പിൾ ആണ്, അതായത് സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ദെൻ പെർഫോമൻസ് അപ്രൈസലില് ഓപ്പറേഷണൽ ടൂള്, പ്രവർത്തനാത്മകമായിട്ടുള്ള ടൂളാണ്. പെർഫോമൻസ് മാനേജ്മെന്റ് വരുമ്പോൾ അത് സ്ട്രാറ്റജിക് ടൂളാണ്, തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനം. ഓർഡേർഡ് ബൈ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്രൈസലില്. മാനേജ്മെന്റ് മാനേജേഴ്സ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അപ്രൈസൽ കണ്ടക്ട് ചെയ്യുന്നത് ആനുവലി ആണ്. പെർഫോമൻസ് മാനേജ്മെന്റോ കണ്ടിന്യൂസ്ലി ആണ്. ദെൻ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിരിക്കും. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഹോളിസ്റ്റിക് ആയിരിക്കും. ഫോക്കസ് ചെയ്യുന്നത് അപ്രൈസല് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്. ദെൻ ഓപ്പോസിറ്റ് പെർഫോമൻസ് മാനേജ്മെന്റ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആയിരിക്കും. ദെൻ ലാസ്റ്റ് വൺ പെർഫോമൻസ് അപ്രൈസ് എന്ന് പറഞ്ഞാൽ റിട്രോസ്പെക്റ്റീവ് ആണ്, പാസ്റ്റ് കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നു. ദെൻ പെർഫോമൻസ് മാനേജ്മെന്റിലെ ഫ്യൂച്ചറിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. ഓക്കെ, അവിടെ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. റിട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാലേ ഡീലിംഗ് വിത്ത് പാസ്റ്റ് ഇവന്റ് ഒന്ന് എഴുതി നോട്ട് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ. പെർഫോമൻസ് അപ്രൈസലിലെ ലാസ്റ്റ് പോയിന്റ് റിട്രോസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ ഡീലിംഗ് വിത്ത് പാസ്റ്റ് ഇവന്റ്സ്. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഡീലിംഗ് വിത്ത് പാസ്റ്റ് ഇവന്റ്സ്. പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഡീലിംഗ് വിത്ത് ഫ്യൂച്ചർ ഇവന്റ്സ്. ഫ്യൂച്ചർ ഇവന്റ്സ്. എഴുതി വെച്ചോ? ഇനി ഒന്ന് വായിച്ചു നോക്കി നിങ്ങള്. നന്നായിട്ട് വായിക്കണം കേട്ടോ. അത് ആ ഒരു സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഉള്ളിൽ നിന്ന് പല രീതിയിൽ ക്വസ്റ്റ്യൻസുകൾ ഉണ്ട് അല്ലെ. ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഒത്തിരി ക്വസ്റ്റ്യൻസ് അതിന്റെ ഉള്ളിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. സോ അത് കുറച്ച് പ്രാധാന്യം കൊടുക്കുക. ഇമ്പോർട്ടന്റ് എന്ന് സൈഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വായിക്കുമ്പോൾ കമ്പാരിസൺ ചെയ്ത് അങ്ങോട്ട് അപ്രൈസലും മാനേജ്മെന്റും തമ്മിൽ ഓരോന്ന് മീനിങ്, ടൈപ്പ്, നേച്ചർ ഇതൊക്കെ ഒന്ന് കമ്പാരിസൺ ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് വായിക്കുക കേട്ടോ. മനസ്സിലെത്തി വായിക്കണേ. വായിച്ചോളൂ.
കമ്പയർ ചെയ്ത് വായിക്കണം കേട്ടോ, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് വായിക്കരുതും. ഓരോന്നും കമ്പയർ ചെയ്ത് വായിക്കണം, എങ്കിലും അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പഠിക്കാനും നിങ്ങൾക്ക് എളുപ്പം കമ്പയർ ചെയ്ത് തന്നെ പഠിക്കാനായിരിക്കും കേട്ടോ. സപ്പിൾ എന്ന് വെച്ചാല് ഫ്ലെക്സിബിൾ എന്ന് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ഒരെണ്ണം റിജിഡ് ആണല്ലോ, അപ്പൊ പെർഫോമൻസ് മാനേജ്മെന്റ് സപ്പിൾ ആണ്. സപ്പിൾ എന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ബ്രാക്കറ്റിൽ എഴുതി വെച്ചേക്കാം കേട്ടോ. അതിന് സപ്പിൾ എന്ന് പറഞ്ഞാൽ മീനിങ് ചിലപ്പോ മനസ്സിലാക്കാൻ നെക്സ്റ്റ് നിങ്ങൾ വായിക്കുമ്പോഴേ ബുദ്ധിമുട്ടായിരിക്കും. സോ ഫ്ലെക്സിബിൾ എന്നൊന്ന് എഴുതി വെച്ചോളൂ. അതുപോലെ ഹോളിസ്റ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഹോൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഹോളിസ്റ്റിക് കണ്ടോ ആ പോയിന്റ്, ഇൻഡിവിജ്വലിസ്റ്റിക് ദെൻ ഹോളിസ്റ്റിക്, ഹോൾ WHOLE. ടോട്ടൽ ആയിട്ടുള്ളത് ഒരെണ്ണം വ്യക്തിപരമാണെങ്കിൽ ഒരെണ്ണം മൊത്തത്തിൽ ടോട്ടൽ ആയിട്ടുള്ളത് ഹോളിസ്റ്റിക്. അറിയില്ലാത്തേക്ക് ഒന്ന് ബ്രാക്കറ്റിൽ എഴുതി വെച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ വായിക്കുമ്പോൾ അത് കൺഫ്യൂഷൻ ആവണ്ട. വേറെ ഒന്നും ഡൗട്ട് ഇല്ലല്ലോ അതില്? ബാക്കി കുഴപ്പമില്ലല്ലോ, വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ എല്ലാ പോയിന്റ്സുകളും? കംപ്ലീറ്റ് ചെയ്തോ? അയച്ചെല്ലാവരും ഓക്കെ. ദെൻ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ആണ് നമ്മൾ ഈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പറഞ്ഞൊരു ചാപ്റ്റർ കഴിഞ്ഞു. ഇത് വേറെ ഒന്നുമല്ല, മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ പെർഫോമൻസ് അപ്രൈസൽ പെർഫോമൻസ് മാനേജ്മെന്റ്. നമ്മൾ ഇപ്പൊ പഠിച്ച ഈ ഒരു കമ്പാരിസൺ തന്നെ വീണ്ടും ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി അതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നോക്കാം പോയിന്റ്സ്. ഡിഫറൻസ് ബിറ്റ്വീൻ പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് പെർഫോമൻസ് മാനേജ്മെന്റ് ആർ എന്തൊക്കെയാണ് നോക്കാം. An organized way of analyzing performance and potential of employee for their future growth and development is known as performance appraisal. ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കട്ടോ. അത് പെർഫോമൻസ് അപ്രൈസൽ എന്താണെന്നുള്ളത് നമ്മൾ കമ്പാരിസണിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫ്യൂച്ചർ വളർച്ചയ്ക്കും അല്ലെങ്കിൽ വികസനത്തിനും വേണ്ടി ജീവനക്കാരുടെ എംപ്ലോയീസിന്റെ ആ ഒരു പ്രകടനവും വളർച്ചയും വികസനവും അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് പെർഫോമൻസ് അപ്രൈസൽ. The complete process of managing human resource of organization is known as performance management. അല്ലെ, ഓർഗനൈസേഷന്റെ ആ ഒരു മാനവവിഭവശേഷി കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പ്രോസസ് ആണ് പെർഫോമൻസ് മാനേജ്മെന്റ്. നമ്മൾ കമ്പാരിസണിൽ പറഞ്ഞ കാര്യമാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. പെർഫോമൻസ് അപ്രൈസൽ ഈസ് കണ്ടക്ടഡ് ബൈ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് of the organization, whereas managers are held responsible for performance management. Performance appraisal conduct ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ദെൻ മാനേജേഴ്സ് ആണ് പെർഫോമൻസ് മാനേജ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. Then performance appraisal is an operational tool enhance efficiency of employee. Performance management is a strategic tool. ഒരെണ്ണം ഓപ്പറേഷണൽ ടൂൾ ആണ്. Then management എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് ടൂൾ ആണ്. Then performance appraisal has an individualistic approach, which is just opposite in case of performance management. Opposite ആണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്നാൽ ഹോളിസ്റ്റിക് ആണ്, ഒരെണ്ണം ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. Then performance appraisal is a system. Then performance management is a process. Then performance appraisal is carried on eventually, but performance management continuous process. Performance appraisal is inflexible, but management is flexible. നമ്മൾ പറഞ്ഞില്ല ഒരെണ്ണം റിജിഡ് ആണ്, അതാണ് ഇൻഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആണ്. In performance appraisal, adjustments are made retrospectively. In contrast to performance management, forward looking.
അതുകൊണ്ട് നമ്മൾ റിട്രോസ്പെക്റ്റീവ് ആണ്. അപ്രൈസൽ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. ദെൻ ഇൻ കോൺട്രാസ്റ്റ് നേരെ ഓപ്പോസിറ്റ് പെർഫോമൻസ് മാനേജ്മെന്റ് ഫോർ ലുക്കിംഗ്, അതായത് നമ്മൾ പറഞ്ഞു ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. നേരത്തെ നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും ഓരോന്ന് സെന്റൻസ് ആക്കി എഴുതിയിരിക്കുന്നു എന്നുള്ളൂ. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. കമ്പാരിസൺ തന്നെയാണ്, ഒന്ന് സെന്റൻസ് വൈസ് ആയിട്ട് എഴുതിയിരിക്കണേന്നുള്ളൂ. ഒന്ന് വായിച്ചു നോക്കാം. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചു എല്ലാവരും? ഓക്കെ, നമ്മളുടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു വളരെ വലിയ ചാപ്റ്റർ ഒന്നല്ല, എങ്കിലും വലിയ കുഴപ്പമില്ലാത്തൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ. കുറെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പോർഷൻസിലൊക്കെ നമ്മള് ട്രെയിനിങ്ങും എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. ദെൻ ലാസ്റ്റ് സെക്ഷൻ വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നിങ്ങൾക്ക് ഇത്തിരി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിൽ വന്നത് അല്ലെ. ഫസ്റ്റ് സെക്ഷൻ ഒക്കെ ഓക്കെ ആയിരുന്നില്ലേ? ലാസ്റ്റ് ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റും ആ ഒരു സെക്ഷൻ വന്നപ്പോഴാണ് ഇച്ചിരി ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുന്നത്. കുഴപ്പമില്ല, ആ ഒരു ഏരിയയിൽ നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുത്ത് തന്നെ ഒന്ന് പഠിച്ചാൽ മതി, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, എനിക്കറിയാം നിങ്ങൾക്കത് ഫസ്റ്റ് എത്രത്തോളം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാനത് ആ ഒരു ലാസ്റ്റ് ഭാഗം എത്തിയപ്പോ കുറച്ച് സ്ലോ ചെയ്ത് തന്നെ പറഞ്ഞത്. കാരണം ഒത്തിരി ഞാൻ സ്പീഡിൽ പോയിട്ട് കാര്യമില്ല, അർത്ഥം മനസ്സിലാക്കാതെ പോയിട്ട് നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ട് ദെൻ ക്ലാസ്സുകൾ ഈ ഒരു ചാപ്റ്ററിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ക്ലാസ് മിസ്സായിട്ടുള്ളവര് എന്ത് ചെയ്യാ, റെക്കോർഡ് ക്ലാസ് കാണണം. നിങ്ങൾ കാണാതെ നമ്മളത് വായിച്ചിട്ടൊരു കാര്യമില്ല. കാരണം മറ്റേതെങ്കിലും ഒരു സബ്ജക്ട് പോലെ പെട്ടെന്ന് വായിച്ചത് ക്ലിക്ക് ആവുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്കറിയാലോ, 1-2 പ്രാവശ്യം എത്ര ഈസി ആണെന്ന് നമ്മൾ പറഞ്ഞാലും 1-2 പ്രാവശ്യം നമുക്ക് വായിച്ചാൽ അത് നമ്മുടെ മനസ്സിലോട്ട് കയറുള്ളൂ ഇല്ലേ. അപ്പൊ നോക്കാം, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എവിടെയൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് ഒന്നും കൂടി പറയാം കേട്ടോ, ശ്രദ്ധിക്കാം. അപ്പോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിൽ നമ്മൾ ആദ്യം പഠിച്ചു എന്താണ് കൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് അല്ലെ. ട്രെയിനിങ് എന്നുള്ള കൺസെപ്റ്റ് എന്താണ് കണ്ടോ. ട്രെയിനിങ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ആൻഡ് ആക്ടിവിറ്റി ഫോർ ഇൻക്രീസിംഗ് നോളജ് ആൻഡ് സ്കിൽസ് ഓഫ് എ പീപ്പിൾ ഫോർ എ ഡെഫിനിറ്റീവ് പർപ്പസ്. ഇതൊക്കെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോയിട്ടുണ്ടേ. ദെൻ നമ്മൾ അതിനകത്ത് കുറച്ച് പോയിന്റ്സുകൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. സിഗ്നിഫിക്കന്റ് ട്രെയിനിങ്സിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പഠിച്ചത് ട്രെയിനിങ്ങിന്റെ പ്രോസസ് ആണ്. എന്തൊക്കെയായിരുന്നു? നീഡ്സ് അസസ്മെന്റ്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡിസൈനിങ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇവാലുവേഷൻ. ഇങ്ങനെ 5 പ്രോസസ് ആണ് ട്രെയിനിങ്ങിന് മെയിൻ ആയിട്ടുള്ളത്. ദെൻ നമ്മൾ ഓരോ പ്രോസസ്സുകളും എന്തൊക്കെയാണ് അതിലുള്ള ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് പഠിച്ചു. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ട്രെയിനിങ് മെത്തേഡ്സുകളാണ് ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡും ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സുകളും. അപ്പോ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സിൽ എന്തൊക്കെയാണ് വരുന്നത്, ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കണം. ദെൻ അതിനുള്ളിൽ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മള് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസുകൾ അല്ലെ, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് പഠിച്ചത്. അതിന്റെ നമ്മളെ ഡിഫറൻസസ് ഇതുപോലെ ലാസ്റ്റ് വൺ കമ്പാരിസൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഈ പോയിന്റ്സുകൾ ഇമ്പോർട്ടന്റ് ആണ്, കമ്പാരിസൺ ചെയ്തിട്ടുള്ള പോയിന്റ്സുകൾ പഠിച്ചു വെക്കണം. ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കിയത് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്താണ്. അപ്പോ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു.
ദെൻ അതിനകത്ത് അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി വെക്കുക. ദെൻ പെർഫോമൻസ് മാനേജ്മെന്റ് ആണ് അടുത്തതായിട്ട് പഠിച്ചത്. പെർഫോമൻസ് മാനേജ്മെന്റ് is a cooperative management tool that helps managers observe and analyze employees' work. ഇത് നോട്ട് ചെയ്ത് വെക്കുക. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല, മേ ബി ചെയ്തിട്ടുണ്ടാവും നിങ്ങള്. ദെൻ ഒബ്ജക്റ്റീവ് കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റീവ് പെർഫോമൻസ് മാനേജ്മെന്റ്. ഇനി കുറച്ച് മാനേജ്മെന്റ് പെർഫോമൻസിന്റെ കാര്യങ്ങളാണ് ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ പഠിച്ചത്. ദ ലാസ്റ്റ് വൺ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ആണ് പഠിച്ചത്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് 4 സ്റ്റേജസ് ആണ് വരുന്നത്. പ്ലാനിങ്, പിന്നെന്തായിരുന്നു, കോച്ചിങ്, റിവ്യൂവിംഗ് ആൻഡ് ആക്ഷൻ. ദെൻ അതിനകത്ത് നമ്മൾ പ്ലാനിങ്ങിൽ വരുന്ന 3 ഡിഫൈനിങ് സ്റ്റേജ് ഉണ്ട്. ഫീഡ്ബാക്ക് സ്റ്റേജ്, അപ്രൂവൽ സ്റ്റേജ്. കോച്ചിങ്ങിലും നമ്മൾ 4 സ്റ്റേജുകളാണ് വരുന്നത്. അതുപോലെ തന്നെ റിവ്യൂവിൽ നമ്മൾ 2 സ്റ്റേജസ് പഠിച്ചു. 3 സ്റ്റേജസുകളുണ്ട്. ഗോൾ കംപ്ലീഷനും ഗിവിംഗ് ആക്ഷനബിൾ 4 സ്റ്റേജസ് ആണ്. ലാസ്റ്റ് വൺ ആക്ഷൻ. ആക്ഷനിൽ 2 സ്റ്റേജസുകളാണ് പഠിച്ചത്. ലാസ്റ്റ് വൺ നമ്മൾ പെർഫോമൻസ് മാനേജ്മെന്റും പെർഫോമൻസ് അപ്രൈസലും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ പഠിച്ചത്. സോ ദി ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് ഈ ഒരു ചാപ്റ്ററിലുള്ള. കമ്പാരിസണിൽ നിന്നും പരമാവധി ക്വസ്റ്റ്യൻസുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഓരോ പോയിന്റ് വൈസ് എടുത്തെടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെ, മീനിങ് ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് അടുത്തത് ഏതാണോ, അല്ലെങ്കിൽ ആനുവലി കണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതാനുള്ള രീതിയിൽ ചോദിക്കാം. ദെൻ വീണ്ടും നമ്മൾ അതിന്റെ ലാസ്റ്റ് വൺ പറയുന്നത് ഈ ഡിഫറൻസ് തന്നെ ഒന്നും കൂടി സെന്റൻസ് വൈസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 5 ക്ലാസ് അല്ലാന്ന് തോന്നുന്നു, അല്ലെ. എനിക്ക് തോന്നുന്നു 6ഓ 7ഓ ക്ലാസ്സുകളായി നമ്മൾ, അല്ലെ, ഈ ഒരു ചാപ്റ്റർ. 7 ക്ലാസ് ആണോ, ഓർക്കുന്നുണ്ടോ നിങ്ങൾ എത്ര ക്ലാസ് ആയെന്നുള്ളത്? അത്യാവശ്യം നമ്മള് ഒരു സ്ലോയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം ലാസ്റ്റ് സെക്ഷനൊക്കെ എത്തുമ്പോൾ കുറച്ച് ടഫായിട്ട്, ടഫ് എന്നല്ല, ടഫാണോ ചിലർക്ക് തോന്നുന്നു, ബേസ് ഇല്ലാത്തവർക്ക് കുറച്ച് 6 ക്ലാസ് കൊണ്ടാണ്. ഓക്കെ 6 ക്ലാസ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തത്. ഫസ്റ്റ് സെക്ഷനൊക്കെ നമുക്ക് പെട്ടെന്ന് എളുപ്പം എക്സാമ്പിളൊക്കെ വെച്ച് പറഞ്ഞു പോകാൻ പറ്റുന്നതായിരുന്നു. പിന്നീട് അങ്ങോട്ട് വന്നപ്പോ നമുക്ക് കുറച്ച് തിയറിറ്റിക്കൽ ബേസിലോട്ട് വന്നു, അല്ലെ, കുറച്ച് തിയറി ബേസ്ഡ് ആയി. അപ്പൊ അവിടെ എത്തിയപ്പോഴാണ് നിങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. കുഴപ്പമില്ല, ബേസ് ഇല്ലാത്തവർക്കാണെങ്കിൽ കുറച്ച് ടഫായിട്ട് തോന്നിയിട്ടുണ്ടാവും. അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്ക് ടഫ് ആണെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ചിലവർക്ക് ഒരു ധാരണയുണ്ട്, ഇത് ഞാൻ പഠിച്ചിട്ടും കാര്യമില്ല, എനിക്ക് കിട്ടില്ല അങ്ങോട്ട് എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് കളയും. ഇത് നമ്മളുടെ പൊതുവേ ഉള്ളൊരു ഇതാണ്, ഇല്ലേ, ആണോ? ഈ ഒരു കോഴ്സിന് മാത്രമല്ല കേട്ടോ, നമ്മൾ എന്ത് പഠിക്കുമ്പോൾ അങ്ങനെയാണ്. അങ്ങനെയല്ല, അങ്ങനെയുള്ള കുറെ പേര് കൂട്ടത്തിലും കാണുന്നത് എനിക്കറിയാം. എനിക്ക് പഠിച്ചത് അത് കിട്ടിയില്ല, എനിക്ക് ഷുവർ ആണ് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. ചെയ്യാറുണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു സെക്ഷൻ? ചെയ്യാറില്ലേ? ആരും ചെയ്യാറില്ല. ഈ ഒരു ക്ലാസ്സിനല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലേ. കുറച്ചു പേരുണ്ടല്ലോ. സത്യസന്ധമായിട്ട് പറയൂ. ഇതൊക്കെ നമ്മൾ നോർമലി, അല്ലെ, ഞാൻ നിങ്ങളോടൊപ്പം നമ്മുടെ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്നൊരു പ്രവണതയാണത്, അല്ലെ. നമുക്ക് ടഫാണ്, കിട്ടില്ല. പക്ഷെ ഇവിടെ ഞാനൊരു കാര്യം പ്രത്യേകം പറയാം. നമുക്ക് ഇവിടെയും പല പോർഷൻസ് നിങ്ങൾക്ക് നല്ല ടഫായിട്ടൊക്കെ തോന്നുന്നു. സോ മാക്സിമം സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത്രക്ക് ബുദ്ധിമുട്ടാണ് ആ ഒരു ഏരിയ, അല്ലെങ്കിൽ എനിക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് പഠിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു ഏരിയ ആണെങ്കിൽ എന്ത് ചെയ്യാം, നന്നായിട്ട് വായിക്കുക. ദെൻ നിങ്ങൾ അവിടെ ഒന്ന് ഏതെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാർക്ക്, ഒരു സ്റ്റാർ മാർക്കോ എന്തെങ്കിലും ഒന്ന് അടയാളം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ദെൻ എക്സാമിന് നിങ്ങൾ ആ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ ഏറ്റവും ലാസ്റ്റ് എല്ലാം റിവൈസ് ഒക്കെ ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ എക്സാമിന്റെ ആ ഒരു ടൈമിൽ തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് വായിക്കാം. അത്രയും മതി. ബാക്കി നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ഒരു ഐഡിയ ചെയ്ത് നോക്കണം കേട്ടോ. സ്കിപ്പ് ചെയ്ത് കളയരുത്. നമ്മൾ സ്കിപ്പ് ചെയ്ത് നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ ഒന്ന് നിങ്ങൾ വായിക്കുക. നിങ്ങൾ അങ്ങനെ ടഫായിട്ടുള്ള ഏരിയകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്തത് എപ്പോഴും എല്ലാം ഒരേപോലെ തന്നെ നോട്ട് ചെയ്യണം കേട്ടോ. ഒന്നില്ലെങ്കിൽ ഒരു സ്റ്റാർ മാർക്ക് ഇട്ട് വെക്കുക, അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂ ചെയ്ത് വെക്കുക. അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങള് ലാസ്റ്റ് വൺ നിങ്ങൾ റിവിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ ഭാഗങ്ങളൊന്ന് വായിക്കാം. ഓക്കെ, ഓക്കെ.
അപ്പോ നമ്മളുടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അടുത്ത് നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും. ഏത് ചാപ്റ്റർ ആണെന്ന് പറയാട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ എടുക്കാം. ദെൻ എടുത്തത്രയും ക്ലിയർ ആണോ നന്നായിട്ട് പഠിക്കണം കേട്ടോ. കാരണം നല്ല രീതിയിൽ അത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്ത് പറ്റിയൊന്നും മിണ്ടുന്നില്ലല്ലോ, ആരും റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ ഇന്ന്. എന്ത് പറ്റി? പിന്നെ കഴിഞ്ഞ ക്ലാസ് മിസ്സായിട്ടുള്ളവര് തീർച്ചയായിട്ടും എന്ത് വേണം, റെക്കോർഡ് ക്ലാസ് കാണണം. എങ്കിലും ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നിയേക്കാം, എങ്കിലും ഞാൻ പറയുന്ന കാര്യം പറയും. എന്തായാലും റെക്കോർഡ് ക്ലാസ് കാണണം. സ്ട്രെങ്ത് വളരെ കുറവായിരുന്നല്ലോ, അപ്പൊ പറ്റാത്തവര് കാണാത്തവര് റെക്കോർഡ് ക്ലാസ് കാണുക. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.